എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഇടയ്ക്കാണ് ഞാൻ മുമ്പ് 2 വർഷമായി വായിച്ചിട്ട് ഒരു നോബൽ പ്രൈസ് കിട്ടിയൊരു ഒരു എക്കണോമിസ്റ്റിൻ്റെ ഒരു പുസ്തകമാണ് പീപ്പിൾ പ്രോഫിറ്റ്സ് ആൻഡ് പവർ. അതിൻ്റെ ഒരു 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 ഡിസ്കഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മളുടെ എക്കണോമി നമ്മളുടെ ഒരു പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ കുറേ വർഷങ്ങളായിട്ട് അമേരിക്കൻ ഡെമോക്രസിയും അതിൻ്റെ ഒരു എക്കണോമിക് ഇൻഫ്ലുവൻസും കുറേ നാളത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ശരിക്കും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു കഴിഞ്ഞാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് അന്നുണ്ടായിരുന്നു. കാരണം എനിക്കാണെങ്കിൽ ആ ഒരു ബോർഷ്വാസി പ്രൊലറ്ററിയാറ്റ് ഇങ്ങനെ ഇവിടെ ആ ഒരു വർക്കിംഗ് ക്ലാസ്സും മറ്റേ ക്യാപിറ്റൽ ഓണേഴ്സ് അവിടെ ഒരു തമ്മിൽ തള്ളുന്നൊരു ആ ഒരു ഇതിഹാസം നമ്മൾ കുറേ ഞാൻ പഠിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പുസ്തകം വായിക്കുന്ന മുമ്പ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടി ഒരു സോഷ്യലിസ്റ്റ് ടൈപ്പ് ഒരാളായിരുന്നു. കാരണം എനിക്കാണെങ്കിൽ ഈ ക്യാപിറ്റൽ മറ്റേ അല്ലെങ്കിൽ വലിയൊരു വെൽത്ത് ഇൻഇക്വാലിറ്റി എനിക്കത്രയും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. പക്ഷേ അപ്പം നമുക്കാണെങ്കിൽ ഒരു വെൽത്ത് ഇൻഇക്വാലിറ്റിക്ക് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് സൊല്യൂഷൻ പറഞ്ഞാൽ നമുക്ക് തോന്നുന്നൊരു ക്യാപിറ്റലിസം തട്ടിമറിക്കാം എന്ന് വെച്ചാൽ വി റീപ്ലേസ് ദ ക്യാപിറ്റലിസം വിത്ത് കമ്മ്യൂണിസം. അതാണ് നമ്മളുടെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് സൊല്യൂഷൻ ടു ലാർജ് വെൽത്ത് ഇൻഇക്വാലിറ്റീസ് ആൻഡ് ഇംബാലൻസ് പൊളിറ്റിക്കൽ പവർ. പക്ഷേ ഈ ഒരു പുസ്തകത്തിൽ ഇവർ വിവരിക്കുന്നത് വെച്ചാൽ കമ്മ്യൂണിസത്തിന് വരുന്ന ഒരു കുറേ സൊല്യൂഷൻ കമ്മ്യൂണിസ്റ്റ് സൊല്യൂഷൻ സ്റ്റേറ്റിലേക്ക് മാറ്റുമ്പോൾ ബേസിക്കലി സ്റ്റേറ്റ് ബിക്കംസ് അനദർ കോർപ്പറേഷൻ. കാരണം നമ്മൾ ഇത്രയും പവർ അല്ലെങ്കിൽ ഇത്രയും വെൽത്ത് ഒരു ഓർഗനൈസേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇത് they do not stay free of corruption. കാരണം എപ്പോഴും they will always support the entities that will increase the inflow of cash into them, and they will encourage elections. Even if you have a democracy, they will always encourage support elections that have a lot of funding behind them, and they will the money will always play a power in where where the state controls everything. So when we are very interesting the judiciary power and legislative power to the same body, we are actually endangering the democratic principle in general, because we are making them susceptible to corruption from the same place. അപ്പോൾ ഞാൻ ഇവർ ശരിക്കും ഈ 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിനെ പറ്റി കുറേ സംസാരിച്ചു. കാരണം ഒരു എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ അന്നത്തെ ഹൗസിംഗ് ബബിൾ, അന്നത്തെ ഒരു പൊളിറ്റിക്കൽ എൻവയറൺമെന്റ്, നമ്മൾ US-നെ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഡോളർ റിമൂവ് ചെയ്യുന്ന US റിമൂവ് ദ ഡോളർ ഫ്രം ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് years ago. അപ്പോൾ അങ്ങനെ കുറേ പൊളിറ്റിക്കൽ ഒരു വേൾഡ് വാർ കഴിഞ്ഞ് ശരിക്കും US ഭയങ്കര പ്രോസ്പെറസ് കൺട്രി ആയിരുന്നു. ഇവർക്കാണെങ്കിൽ ഇവിടെ വീട്ടുകളിൽ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ ഒരു നല്ല കാറ്, നല്ല വീട്, നല്ല വിദ്യാഭ്യാസം അങ്ങനെ കുറേ അവസരങ്ങളൊക്കെ ഇവർക്ക് ജീവിതത്തിലുണ്ടാകും. അപ്പോൾ ഈ അമേരിക്കൻ ഡ്രീം നമുക്ക് എല്ലാവർക്കും ഒരു വിദേശ രാജ്യങ്ങളിലെ ആൾക്കൊക്കെ ഒരു അമേരിക്കൻ ഡ്രീം എന്ന് വെച്ചൊരു ഐഡിയ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കും തോന്നാറുണ്ട് നമ്മളാണെങ്കിൽ അമേരിക്കയിൽ പോയി നമ്മൾ ഇത്രയും കാശ് ഉണ്ടാക്കി നമുക്ക് സെറ്റിൽ ചെയ്യാം, നമുക്കാണെങ്കിൽ ഇങ്ങനെ ഒരു വി കൻ ഗെറ്റ് എ ഹെഡ് ഇൻ ലൈഫ്. പക്ഷേ ഇതല്ല ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം വെച്ചാൽ അവിടുത്തെ ആൾക്കാരും നമ്മളെ പോലത്തെ വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. അവിടുത്തെ പോപ്പുലേഷൻ ഒരു പ്രശ്നമുണ്ട്. അവിടെയാണെങ്കിൽ ആൾക്കാർക്കാണെങ്കിൽ അവിടുത്തെ ഒരു ആവറേജ് ഇൻകം എന്ന് വെച്ചാൽ 56,000 ആണ്. പക്ഷെ അവിടുത്തെ ഏറ്റവും ടോപ്പ് 1% എന്ന് വെച്ചാൽ മില്യൺസിലാണ് അവരുടെ ഇൻകം. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ കാണുന്നതിനെക്കാട്ടും വലിയൊരു വെൽത്ത് ഇൻഇക്വാലിറ്റിയാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇന്ത്യൻസ് ആകുമ്പോൾ നമുക്കൊരു വി ഹാവ് മിസ്കൺസെപ്ഷൻ എന്ന് വെച്ചാൽ ഈ അമേരിക്ക അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ കൺട്രീസ് ആണെങ്കിൽ നമ്മളെക്കാട്ടും കുറേ കൂടെ പ്രോഗ്രസ്ഡ് ആണ്. അവിടുത്തെ ഒരു ആവറേജ് ആൾക്കാണെങ്കിൽ നമ്മളെക്കാട്ടും നല്ലൊരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആണുള്ളത്. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതല്ല സത്യം. ഇത് അമേരിക്കൻസ് ആർ ഓൾസോ പോർ എന്ന് വെച്ചാൽ അമേരിക്കൻ ഡ്രീം എന്ന് വെച്ചൊരു കാര്യം ഇറ്റ്സ് എക്സ്റ്റിങ്ക്ട് ആണ്. ആൻഡ് അതിൻ്റെ ഒരു റീസൺ ആയിട്ട് ഒരു കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഈ വേൾഡ് വാർ കഴിഞ്ഞ് ഇവരാണെങ്കിൽ അമേരിക്കൻ എന്ന് വെച്ചാൽ became the central power of the world. കാരണം അന്നാണെങ്കിൽ ബ്രിട്ടീഷ് പണ്ട് വെച്ചാൽ the sun never sets on the British Empire. കാരണം അത്രയും വലിയൊരു രാജ്യമാണ് അന്ന്. പക്ഷേ ഈ വേൾഡ് വാർ കഴിഞ്ഞ് ദേ ഹാഡ് എ മാസീവ് എക്കണോമിക് ഇങ്ങനെ അവരുടെ കോളനീസ് എല്ലാം പോയി. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോസ്പെറിറ്റി എല്ലാം
അമേരിക്കയിലേക്ക് വന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഒരു ഹിസ്റ്ററി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ബ്രിട്ടീഷ് ആർ വില്ലൻസ്. പക്ഷേ ശരിക്കും അമേരിക്കയാണ് ഇതിന് കുറെ കൂടെ ബെനിഫിറ്റഡ് ഫ്രം ദ ബ്രിട്ടീഷ് കോളനൈസേഷൻ ആൻഡ് ദാറ്റ്സ് നെവർ അഡ്രസ്ഡ്. അവരതുകൂടാതെ അവരുടെ സ്വന്തം ആൾക്കാരെയും അവിടുത്തെ ഉണ്ടായിരുന്ന ആൾക്കാരെ അടിച്ചമർത്തി അവർ കുറെ കോളനൈസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഈ കാലത്തൊരു മൂവി ഇറങ്ങിയാണ് കില്ലിംഗ് ഓഫ് ദ ഫ്ലവർ മൂൺ. ഓസ്കറിന് വിൻ ചെയ്ത് കുറെ ഓസ്കർക്ക് വിൻ ചെയ്തൊരു മൂവിയാണ്. അതും ഇതുപോലെ ഓയിൽ റിസോഴ്സിനെ കിട്ടാൻ വേണ്ടി ഈ ഇൻഡിജിനസ് റെഡ് ഇന്ത്യൻസിനെ അടിച്ചമർത്തുന്ന ഒരു കഥയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഒപ്രസീവ് കൾച്ചർ തന്നെയാണ് അമേരിക്ക വളർന്നത്. ഈ ബ്ലാക്ക് ആഫ്രിക്കൻ അമേരിക്കൻസ് ആണെങ്കിലും റെഡ് ഇന്ത്യൻസ് ആണെങ്കിലും ഇവരെയൊക്കെ അടിച്ചമർത്തിയാണ് അമേരിക്കൻസും വളർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൾച്ചർ ഓഫ് ഒപ്രഷൻ ആണെങ്കിൽ ഇവരാണെങ്കിൽ വേൾഡ് വാർ കഴിഞ്ഞ ഇവർ ഭയങ്കരമായിട്ട് ദേ വർ വെരി വെൽത്തി. ഇവിടെ അമേരിക്കൻ മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ ഒരു ഡ്രീം തന്നെയായിരുന്നു. അതാണ് നമ്മൾ ഇന്ത്യൻസ് ആയിട്ട് നമ്മൾ ആസ്പയർ ചെയ്യുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഈ റൊണാൾഡ് റീഗന്റെ ഒരു ഭരണകാലത്ത് അവർ കുറേ എക്കണോമിക് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്തു. കാരണം റൊണാൾഡ് റീഗൻ വാസ് എ വെരി പ്രിവിലേജ്ഡ് റിച്ച് വൈറ്റ് മാൻ. ഹി വാസ് അപ്പർ ക്ലാസ്സിൽ നിന്ന്. ഇപ്പോൾ ഇവരാണെങ്കിൽ ഈ പോളിസീസ് ഒക്കെ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇവരാണെങ്കിൽ ഈ കാശുള്ളവർ പിന്നെയും കാശുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. കാരണം ഇവരാണെങ്കിൽ US-നെ ഒരു പണ്ടാണെങ്കിൽ നമ്മളുടെ ഒരു US ഡോളർ എന്ന് വെച്ചാൽ ഇത്ര ഒരു ഗോൾഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഈക്വലന്റ് ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. പക്ഷെ അതാണെങ്കിൽ അവർ മാറ്റി മറിച്ച് US-നാണെങ്കിൽ ട്രില്യൻസിന് ഡെപ്റ്റ് വളരാൻ തുടങ്ങി. അങ്ങനെ അവർ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് മാറ്റി. പിന്നെ ഇവരാണെങ്കിൽ പ്രോഗ്രസീവ് ടാക്സ് തട്ടിമറിച്ച് ഇവർ സോഷ്യൽ സെക്യൂരിറ്റി ആണെങ്കിൽ മാറ്റി. അങ്ങനെയാണ് നമ്മളുടെ ഈ അമേരിക്ക എന്ന് പറഞ്ഞ വലിയ രാജ്യം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കായത്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഇവർ പറയുന്ന കുറേ ഒരു റെക്കമെൻഡേഷൻസ് ആണ്. എന്ന് വെച്ചാൽ ഈ ബാങ്ക് അല്ലെങ്കിൽ ഈ വാൾ സ്ട്രീറ്റിൽ നമ്മൾ ഈ വലിയ വലിയ കമ്പനീസ് ശരിക്കും they are very exploitative. എന്ന് വെച്ചാൽ ഈ മോർഗൻ സ്റ്റാൻലി, JP മോർഗൻ, പിന്നെ മറ്റേ ഗോൾഡ്മൻ സാക്സ്, ഇങ്ങനെ വലിയ വലിയ കമ്പനീസ് ആണ് ഇവിടെ ബാങ്കുകളിലേക്ക് വന്നവരെ നമ്മളെ ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ they are mainly indulging in a very predatory type of banking where they are underselling the economic they're exploiting the economic like ups and downs to make more money for themselves, and they are making the atmosphere more volatile for everyone. അപ്പോൾ നമുക്ക് വീട് മേടിക്കാൻ പറ്റുന്നത്, നമുക്ക് കാശ് മേടിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്കാണെങ്കിൽ നമ്മളുടെ സ്വത്ത് വളരുന്നില്ല. ഇതെല്ലാം നമ്മൾ ഈ ഒരു അമേരിക്കയുടെ ഒരു വലിയൊരു കോംപ്ലക്സ് ഫൈനാൻഷ്യൽ സിസ്റ്റം കൊണ്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവർ ഇതിനെപ്പറ്റി ഭയങ്കര വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ നമ്മളാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ വളർച്ച നമ്മളിങ്ങനെ അളന്നെടുക്കുമ്പോൾ നമ്മൾ സാധാരണ GDP, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ ക്യാപിറ്റൽ ഇൻകം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ച് നമ്മൾ അസസ് ചെയ്യുന്നു. പക്ഷേ ഇത് വളരെ സൂപ്പർഫിഷ്യൽ കാര്യങ്ങളാണ്. ഇതിനകത്ത് ഇവരാണെങ്കിൽ ഇതിൻ്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇതിനകത്ത് കുറേ ഫണ്ടമെൻ്റലായിട്ട് മറന്നുപോയ കുറേ കാര്യങ്ങളെ പറ്റി ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ പുഷ് ചെയ്യുന്ന വെച്ചാൽ ഈ വെൽത്ത് ഇൻഇക്വാലിറ്റിയുടെ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ കമ്മ്യൂണിസം അല്ല. കമ്മ്യൂണിസം is an inherently unstable or can be an inherently unstable system. അതിന് പകരം നമ്മൾ പ്രോഗ്രസീവ് ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ റീപ്ലേസ് ചെയ്യണം. പ്രോഗ്രസീവ് ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ കുറച്ചുകൂടിയും കാശുള്ളവരെ കുറച്ചുകൂടിയും നന്നായിട്ട് ടാക്സ് ചെയ്യുന്നൊരു സിസ്റ്റം. എന്ന് വെച്ചാൽ ഈ എസ്റ്റേറ്റ് ടാക്സ്, ഇൻഹെറിറ്റൻസ് ടാക്സസ്, ക്യാപിറ്റൽ ടാക്സസ്, പിന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ പബ്ലിക് സർവീസസ്, ഇങ്ങനത്തെ അതെ കുറേ ഇതിൻ്റെ ഒരു സ്പെസിഫിക് റെക്കമെൻഡേഷൻസ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. പക്ഷേ അന്ന് വായിച്ചപ്പോൾ അത് ഭയങ്കര ഇംപ്രഷണബിൾ ബുക്കാണ്. അത് കഴിഞ്ഞ് എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻസും എൻ്റെ ഒരു കുറേ മാറ്റം വരുത്തിയ ഒരു പുസ്തകമാണ്. കാരണം ഞാനൊരു കോളേജിൽ ആദ്യത്തെ 1-2 വർഷത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കുറേ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇംപ്രഷണബിൾ ആയിട്ട് ഭയങ്കര ഒരു കൺവിൻസിംഗ് ആയിട്ട് കൊണ്ടുവന്ന പുസ്തകമാണ് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സിൻ്റെ People, Profits and Power. People, Profits and Power.